റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവേലി ബാബുജി എഴുതിയ ക്രൈം ത്രില്ലർ നോവലായ ഇന്ദ്രൻ. കേൾക്കാം, ആസ്വദിക്കാം. പുഴ നിറയെ വെള്ളം, കണ്ണാടി പോലെ തെളിഞ്ഞത്. ഇടവപ്പാതി ഒഴിഞ്ഞിട്ട് അധിക നാൾ ആയിട്ടില്ല. എങ്കിലും ചെങ്കാടൻ കടവിന് മുകളിൽ ജലത്തിനെപ്പോഴും ഇരുണ്ട നിറമാണെന്ന് തോന്നും. കാരണം അലറി തിമർത്ത പാഞ്ഞെത്തുന്ന നദി അവിടെ ഒന്ന് വളഞ്ഞു തിരിഞ്ഞാണ് ഒഴുകുന്നത്. നദിക്ക് ഇരുവശത്തും കരിമ്പാറക്കൂട്ടങ്ങൾ. അവിടെ എന്താഴമുണ്ടെന്ന് ആർക്കും അറിയില്ല. കാരണം ആ ഭാഗത്ത് നദിയുടെ അടിത്തട്ട് വരെ ആരും പോയിട്ടില്ല. അത്ര വലിയ കയം, നിറയെ വാളകൾ. 10-15 കിലോയോളം വരുന്ന വാളകൾ ജലത്തിന് മുകളിലെത്തി കുത്തിമറിഞ്ഞു പോകുന്നത് സാധാരണ കാഴ്ചയാണ്. അതുപോലെ തന്നെ ചെറുമീനുകളും കൂറ്റൻ മുഷികളും മറ്റും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആ കയത്തിൽ നഞ്ചോ തോട്ടയോ ഇടുവാൻ ആർക്കുമില്ല ധൈര്യം. നദിയുടെ ആഴത്തെ ഭയന്നല്ല, മറിച്ച് ചെങ്കാടൻ കടവിന് മുകളിലേക്ക് പോകുവാൻ ആർക്കും ധൈര്യമില്ലാത്തതിനാലാണ്. അവിടെ അദൃശ്യമായ ഒരു അതിർത്തി തീർത്തിട്ടുണ്ട് കിടാക്കന്മാർ. നദിയുടെ വലതുഭാഗം നോക്കെത്താ ദൂരത്തോളം കിടാക്കന്മാരുടെ സ്വന്തമാണ്. ചുറ്റും മുള്ളിവേലിയിൽ തീർത്ത അതിര് ഏതാണ്ട് 40 ഏക്കറോളം വരും. അതിനുള്ളിൽ തഴച്ചു നിൽക്കുന്ന ജാതി മരങ്ങൾ. ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ ജാതിക്കയാണ് വിറ്റുപോകുന്നത്. അകലെ നിന്ന് നോക്കിയാൽ വനം പോലെ തോട്ടം മാത്രമേ കാണൂ. അതിനുള്ളിൽ കൂറ്റനൊരു കെട്ടിടമുണ്ട്. ഒരു 8 കെട്ടിന്റെ 2 ഇരട്ടി വലിപ്പവും. ഭൂരിഭാഗവും തടിയിൽ തീർത്ത മനോഹരമായ ഇരുനില വീട്. ചെങ്കാട്ട് തറവാട്, അതാണ് പേര്. നേരം ഉച്ച കഴിഞ്ഞിരുന്നു. തറവാടിന്റെ മുറ്റത്തിനപ്പുറത്ത് കുറെ നേരമായി വരിവരിയായി നിൽക്കുകയാണ് 150ഓളം ആളുകൾ. മുഷിഞ്ഞ വസ്ത്രങ്ങളും ദാരിദ്ര്യത്തിന്റെ രേഖകളുമുള്ള മുഖവുമായി കാത്തു നിൽക്കുന്ന അവരിൽ ഭൂരിഭാഗവും പ്രായമേറിയവരും കുട്ടികളുമാണ്. കാത്തുനിൽപ്പിന്റെ ദുസ്സഹത പലർക്കും അനുഭവപ്പെടുന്നുമുണ്ട്. ചെറുക്കം പറഞ്ഞതാ, ഇങ്ങനെ വല്ലവന്റെയും പടിക്ക് വായി നോക്കി നിൽക്കാൻ പോരണ്ടെന്ന്. ഒരു വൃദ്ധ ആരോടെന്നില്ലാതെ പെറുപെറുത്തു. പക്ഷേ ഞാൻ ഓർത്തു നല്ലൊരു തുണി കിട്ടുമല്ലോന്ന്. മാത്രമല്ല, ഇച്ചിരി കാശ് കിട്ടിയ എണ്ണയും കുഴമ്പും വാങ്ങിക്കാലോ. ഏറിയ പങ്ക് ആളുകളുടെയും അഭിപ്രായം ഇത് തന്നെയായിരുന്നു. മറ്റൊരാൾ പറഞ്ഞു, കാത്തു പറഞ്ഞത് നേരാ. ഇത്രയുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ദിവസം പണി ചെയ്യണം? പിള്ളേർക്ക് ഇത് വല്ലതും ചിന്തിക്കാൻ നേരമുണ്ടോ? മാത്രമല്ല, വിളിച്ച പോരാണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവൂല. അതാ വരുന്നുണ്ട്. തല ചൊറിഞ്ഞുകൊണ്ട് ഒരു കൊച്ചുകുട്ടി തറവാടിന് നേർക്ക് കൈ ചൂണ്ടി. അതോടെ എല്ലാവരും നിശബ്ദരായി. തറവാടിന്റെ പ്രധാന വാതിൽ കടന്ന് ചന്ദ്രപ്പൻ കിടാവും ആൺമക്കളും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നാലെ വലിയ കടലാസ് പെട്ടികളുമായി ബാല്യക്കാരും. 60 വയസ്സായെങ്കിലും 4 ആളിന്റെ കരുത്ത് തോന്നും കിടാവിന്. വെള്ളമുണ്ടേ ധരിക്കൂ. തോളില് സദാ ഒരു ഷാൾ കാണും. വിരിഞ്ഞ നിറയെ രോമമുള്ള മാറിടത്തിന് ഇരുവശത്തും കൂടി ഷാൾ താഴേക്ക് കിടക്കും. 101 രുദ്രാക്ഷക്കായി ചേർത്ത് സ്വർണ്ണനൂലിൽ കോർത്ത മാല ആ ശരീരത്തിന് ഒരലങ്കാരമാണ്. അല്പം കഷണ്ടി ബാധിച്ച പഞ്ഞി പോലെ വെളുത്ത തലമുടി. പുരികങ്ങളിലും കാതുകളിലും 1.5 ഇഞ്ചോളം നീണ്ടു നിൽക്കുന്ന രോമങ്ങൾ. തീക്ഷ്ണമായ കണ്ണുകൾ. ക്ലീൻ ഷേവ് ചെയ്ത മുഖം. സദാ ഇരട്ടി മധുരം ചവയ്ക്കുന്ന ശീലമുണ്ട് ചന്ദ്രപ്പൻ കിടാവിന്. കിടാവും ആൺമക്കളും ഗ്രാമീണരുടെ മുന്നിലെത്തി. എല്ലാവരും അയാളെ തൊഴുതു. അംഗത്തിനെ ദൈവം കാക്കും. കിടാവ് കൈ ഉയർത്തി. വീണ്ടും നിശബ്ദത. പണിക്കാർ തറയിൽ വെച്ച കടലാസ് പെട്ടികളിൽ നിന്ന് ആൺമക്കളാണ് മുണ്ടും നേരിയതും എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തത്. കിടാവ് അത് ഏറ്റവും മുന്നിൽ നിന്നിരുന്ന വൃദ്ധന് കൊടുത്തു. അയാൾ അത് വാങ്ങി കണ്ണോട് ചേർത്തു. അപ്പോൾ കിടാവിന്റെ മൂത്ത മകൻ ശേഖരക്കിടാവ് 101 രൂപ കൂടി ആ തുണിക്ക് മുകളിൽ വച്ചു കൊടുത്തു. വെറുതെ വെള്ളം അടിച്ച് തീർക്കരുത്. ഇല്ലങ്ങുന്നേ. ഇത്തരത്തിൽ അവിടെ വന്നവർക്ക് മുഴുവൻ ചന്ദ്രപ്പൻ കിടാവ് സമ്മാനങ്ങൾ നൽകി. ഈ പ്രവൃത്തിക്ക് പിന്നിൽ മറ്റൊന്നുണ്ട്. നാളെ കിടാവിന്റെ ഇളയ മകളുടെ വിവാഹം ഉറപ്പിക്കലാണ്. മോഹിനിക്കിടാവ്. പേര് പോലെ തന്നെ ഒരു മോഹിനിയാണവൾ. MA പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നു. അവളെ വിവാഹം ചെയ്യുന്നത് ഹോം സെക്രട്ടറിയുടെ മകനാണ്, IAS-കാരൻ. ഗ്രാമത്തിലെ ചക്രവർത്തിയായ തന്റെ തറവാട്ടിൽ നടക്കുന്ന ചടങ്ങിന് അത്താഴപ്പട്ടിണിക്കാരായ ദരിദ്രവാസികളെ വിളിക്കാൻ തയ്യാറല്ലായിരുന്നു കിടാവ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു ദാനം നൽകിയാൽ ഗുണം 2ആണെന്ന് അയാൾക്കറിയാം. 1, ആളുകൾ തന്നെ പാടി പുകഴ്ത്തും. 2, ഇവിടുത്തെ ഒരുക്കങ്ങളെ കുറിച്ച് നാട്ടിൽ പറഞ്ഞു നടക്കുകയും ചെയ്യും. ദാനവും വാങ്ങി ആളുകൾ ഒരിക്കൽ കൂടി കിടാവിനെ സ്തുതിച്ചിട്ട് പോയപ്പോൾ കിടാവും മക്കളും തിരിച്ചു നടന്നു. കിടാവിന് 5 ആണ് മക്കൾ. 3 ആണും 2 പെണ്ണും.
മൂത്തയാൾ ശേഖരകിടാവ് ex-MLA ആണ്. 2 വട്ടം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിൽ. രണ്ടാമൻ നീലകണ്ഠക്കിടാവ് അബ്കാരി ബിസിനസിനോടൊപ്പം കൃഷിയിലും സമർത്ഥൻ. മൂന്നാമത്തേത് മകളാണ് രാജേശ്വരി കിടാവ്, ഭർത്താവ് എക്സൈസ് കമ്മീഷണർ. അടുത്തത് ഗണേഷ് കിടാവ്, പ്രീ ഡിഗ്രി തോറ്റ് കുട്ടിത്തമ്പുരാനായി വിലസുന്നു. ഏറെ രസകരമായ കാര്യം, വിവാഹം കഴിഞ്ഞിട്ടും എല്ലാവരും ഇപ്പോഴും ചെങ്കാട്ട് തറവാട്ടിൽ തന്നെയാണ് ഉള്ളതെന്നാണ്. കിടാവ് അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അയാളുടെ ആജ്ഞകൾ ഒരു ന്യായാധിപന്റെ അന്തിമ വിധി പോലെയാണ്. അതിന് മാറ്റമില്ല. ഭാര്യ മായാവതി പോലും ഇന്നും ഭർത്താവിന് നേരെ നിന്ന് സംസാരിക്കില്ല. ഗ്രാമീണർ വിശ്വസിക്കുന്നത് കിടാവ് ഒരേ സമയം ദൈവവും ചെകുത്താനുമാണെന്നാണ്. അതിനാലാണ് കയത്തിൽ മീൻ പിടിക്കാൻ ആരും വരാത്തത്. വന്നാൽ തോട്ടയം കൊണ്ടുവരുന്നവന്റെ വായിൽ വെച്ച് അത് പൊട്ടിക്കാനും മടിക്കില്ല കിടാവെന്ന് ആളുകൾ ഭയക്കുന്നു. എന്നാൽ തറവാട്ടിലെ വിശേഷാവസരങ്ങളിൽ കിടാവിന്റെ നിർദ്ദേശാനുസരണം ജാതിത്തോട്ടത്തിലെ പണിക്കാർ അവിടെ തോട്ടയിടും. നദിക്ക് അക്കരെ വനമാണ്. ചില ദിവസങ്ങളിൽ ഗണേശൻ കിടാവ് അവിടെ വേട്ടയ്ക്ക് പോകും. മുയലിനെയും പന്നിയുമൊക്കെ സർക്കാർ വിലക്കുകൾ ലംഘിച്ച് കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ ഒരാഴ്ച മുമ്പേ തറവാട്ടുമുറ്റത്ത് പന്തൽ ഉയർന്നുവെങ്കിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നെങ്കിലും ഇന്ന് ചന്ദ്രപ്പൻ കിടാവിന്റെ മനസ്സിനുള്ളിൽ ഒരു കടലിരമ്പുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. അയാൾ അതാരോടും പറഞ്ഞതുമില്ല. സമയം കടന്നുപോയി. സന്ധ്യ കഴിഞ്ഞു. തറവാട്ടിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നു. ആൺമക്കൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഇരമ്പൽ മറച്ചു വെച്ച് കിടാവ് ഒരിക്കൽ കൂടി എല്ലായിടത്തും എത്തി. വടക്കു ഭാഗത്ത് താൽക്കാലികമായി ഉണ്ടാക്കിയ പാചകപ്പുരയിൽ യാതൊരു കൈപ്പിഴയും ഉണ്ടാകാതെ സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു പാചകക്കാർ. കിടാവ് തിരികെ വന്ന് തന്റെ മുറിയിലേക്ക് പോയി. അലമാരയിൽ നിന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തു. അതിൽ നിന്ന് കുറെ ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് ഒറ്റ നോട്ടത്തിൽ മരക്കുറ്റിയാണെന്ന് തോന്നുന്ന ഫ്രിഡ്ജിന്റെ മൂടി തുറന്നു. സോഡ എടുത്ത് മദ്യത്തിൽ കലർത്തി. പിന്നെ ഒറ്റ വലിക്ക് കുടിച്ചു. കുപ്പി തിരികെ വെച്ച് മരക്കുറ്റിയുടെ മൂടി അടച്ചു. കിടാവിന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ഭാവനയായിരുന്നു ഈ ഫ്രിഡ്ജ്. ഫൈബറിൽ മരക്കുറ്റിക്ക് ഉൾഭാഗം ഒരുക്കിയ, ലോകത്ത് ഒരിടത്തും രൂപകൽപ്പന ചെയ്യാത്ത ഫ്രിഡ്ജ്. കിടാവ് വീണ്ടും പുറത്തു വന്നു. ചാരുകസേരയിലേക്ക് ചാഞ്ഞുകൊണ്ട് ഇരട്ടി മധുരത്തിന്റെ കമ്പ് അല്പം വലിച്ചടർത്തി വായിലേക്കിട്ടു. വമ്പന്മാർ പലരും വന്നുപോയി കഴിഞ്ഞിരുന്നു. ഇനി അവിടെ അവശേഷിക്കുന്നത് തറവാട്ടിലുള്ളവരും പാചകക്കാരും കിടാവിന്റെ വിശ്വസ്തരായ പണിക്കാരും മാത്രം. നാളത്തെ വിവാഹമുറപ്പിക്കൽ ചടങ്ങിൽ പ്രമുഖർ മാത്രം പങ്കെടുക്കും. അച്ഛൻ ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നത് കാരണം മക്കൾക്കും മുറിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അവർക്കും ഓരോന്ന് വീശിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനിടെ അയാൾ നീലകണ്ഠക്കിടാവിനെ അടുത്ത് വിളിച്ചു. മോഹിനി എന്തിയടാ, ഉറങ്ങിയോ? ഉറങ്ങിക്കാണും അച്ഛാ. കിടാവ് കടുപ്പത്തിൽ നിന്ന് മൂളി. എന്നാൽ അകത്തുനിന്ന് ലോക്ക് ചെയ്ത മുറിക്കുള്ളിൽ 0 വാട്ട് ബൾബിന്റെ വെളിച്ചത്തിൽ ഉറങ്ങാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു മോഹിനിക്കിടാവ്. ഇടയ്ക്കിടെ അവൾ ജനാലയ്ക്ക് നേരെ നോക്കുന്നുണ്ട്. അദ്ദേഹം എത്തിയോ? കെട്ടിടത്തിന്റെ പിന്നാമ്പുറത്ത് വെളിച്ചം കുറവായിരുന്നു. ഇരുട്ടിനെ മറയാക്കി ഏത് നിമിഷവും ഒരാളെത്തുമെന്ന് അവൾ കരുതുന്നു, തന്നെ ഈ ഡ്രാക്കുള കോട്ടയിൽ നിന്നും രക്ഷിക്കാൻ. ഒരുപക്ഷെ കൊടുത്തുവിട്ട കുറിപ്പ് കിട്ടിയില്ലെന്നായിരിക്കുമോ? അത്യന്തം ഉത്കണ്ഠയോടെ അവൾ എണീറ്റു. ഭിത്തിയിലെ കിളിവാതിലൂടെ അരയ്ക്ക് മുകൾ ഭാഗം പുറത്തേക്ക് തള്ളി അവൾ നോക്കി. അദ്ദേഹം വരുന്നുണ്ടോ? പക്ഷേ വനസമാനമായ ജാതിത്തോട്ടത്തിൽ കടവാവലുകളുടെ ചിറകടി ഒച്ചകൾ മാത്രമേ അവൾ കേട്ടുള്ളൂ. കുറിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെ ചിന്തിക്കാൻ പോലും അവൾ ഭയന്നു. എന്നാൽ എത്തേണ്ടടുത്ത് തന്നെ അത് എത്തിയിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെ, മണ്ണൻകുളഞ്ഞി ലക്ഷം വീട് കോളനിയിൽ. കുറിപ്പ് വായിച്ച ശേഷം ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ അവിടെയും ഒരാൾ ഉറങ്ങാതെ ഇരിപ്പുണ്ടായിരുന്നു. സത്യൻ, MA ബിരുദധാരി, മോഹിനിയുടെ സീനിയർ. കോളേജിൽ വെച്ച് മോഹിനിയുമായി അടുപ്പമുണ്ടായപ്പോൾ അത് ഇത്രമാത്രം ആത്മാവിനെ സ്പർശിക്കുന്ന ഒന്നായി തീരുമെന്ന് അവനും കരുതിയിരുന്നില്ല. വീട്ടിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ചെങ്കാട്ടെ മോഹിനിയെ താൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അവന് നല്ലവണ്ണം അറിയാം. കൂട്ടുകാരൊക്കെ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും. എങ്കിലും മോഹിനിയെ മറ്റൊരാൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്റെ ശരീരം പുകഞ്ഞു നീറി ദ്രവിച്ചു പോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. ഹൃദയത്തിൽ കാരമുള്ളു തറഞ്ഞ നീറ്റൽ. സത്യൻ എണീറ്റിരുന്നു. പുറത്ത് നല്ല ഇരുട്ടാണ്. പ്രകൃതി നിശബ്ദതയിൽ ആണ്ടിരിക്കുന്നു. ഈ രാത്രി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. യാന്ത്രികമായി അവൻ വാതിൽ തുറന്നു. പുറത്തിറങ്ങി വാതിൽ ചാരി. മുറ്റത്ത് ഏട്ടന്റെ ജീപ്പ് കിടപ്പുണ്ട്. അതിനെ കടന്ന് വെട്ടുറോഡിലിറങ്ങി കാലുകൾ നീട്ടിവെച്ച് നടന്നു.
തലയ്ക്ക് മുകളിൽ ഒരു മരത്തിലിരുന്ന് കൂമൻ നീട്ടിമൂളി. സത്യൻ ഒന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മോഹിനിയുടെ മോഹിപ്പിക്കുന്ന മുഖം. നദിക്കരയിലൂടെ നടന്ന് അവൻ ചെങ്കാടൻ കടവിലെത്തി. വല്ലാതെ വിയർത്തിരുന്നു. അവിടെ ഇറങ്ങി കാലും മുഖവും കഴുകി. വനത്തിൽ കാലംകോഴി കൂവുന്നത് കേട്ടു. ജാതിത്തോട്ടത്തിനരികിലെത്തിയപ്പോൾ ഒരിക്കൽ കൂടി അവൻ ചുറ്റും നോക്കി. ആരുമില്ല. അവൻ മുള്ളുവേലിക്കുള്ളിൽ കടന്നു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ മരക്കമ്പുകൾക്കിടയിലൂടെ ചെങ്കാട്ടു തറവാട്ടിലെ വെളിച്ചം ഒഴുകിയെത്തി. സത്യന്റെ നെഞ്ചിടിപ്പേറി. അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നുപോയി. പിടിക്കപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാകില്ലെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചു. കരിയിലകളിൽ നിന്നും ശബ്ദമുണ്ടാകാതെ ശ്രദ്ധിച്ച് അവൻ തറവാട്ടിന്റെ പിന്നാമ്പുറത്തോടടുത്തു. തന്റെ മുറി എവിടെയാണെന്ന് മോഹിനി വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടേക്ക് അടുക്കുകയായിരുന്നു സത്യൻ. പെട്ടെന്ന് പിന്നിൽ ഒരു ശബ്ദം. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. വടക്ക് പുറത്തെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ശ്വാസം നിലയ്ക്കുന്നത് പോലെയുള്ള ആ കാഴ്ച കണ്ടു. രണ്ട് മല്ലന്മാർ. ആ നിമിഷത്തിൽ അവന് മുന്നിലും രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടു. ഓടാനോ നിലവിളിക്കാനോ കഴിയും മുമ്പ് അവൻ അവരുടെ പിടിയിലായി. വായ്ക്ക് മുകളിൽ അവർ അമർത്തിപ്പിടിച്ചു. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നടാ. പതിഞ്ഞതെങ്കിലും കനത്ത ഒരു ശബ്ദം കേട്ടു. ഒപ്പം ഒരാൾ അങ്ങോട്ട് വന്നു. മങ്ങിയ ഇരുട്ടിലും അവൻ ആളെ തിരിച്ചറിഞ്ഞു. ചന്ദ്രപ്പൻ കിടാവ്. മോഹിനി കൊടുത്തുവിട്ട കുറിപ്പ് കാര്യസ്ഥൻ വേലു ആദ്യം കാണിച്ചത് കിടാവിനെയാണ്. വായിച്ചു നോക്കിയിട്ട് കിടാവ് പറഞ്ഞു, നീ ഇത് അവന് കൊടുത്തേര്. മോളുടെ സന്തോഷത്തിനല്ലേ. അത് മാത്രമല്ല, കുറിപ്പ് കൊണ്ടുകൊടുത്ത ശേഷം വേലു ആ വഴി മറ്റെങ്ങോ പോവുകയും ചെയ്തു. കിടാവ് പറഞ്ഞിട്ട്. സത്യൻ നിന്ന് വിയർക്കുകയാണ്. അവർ സത്യന്റെ മുഖത്തു നിന്നും കൈ മാറ്റി. ചന്ദ്രപ്പൻ ഇത്തിരി കൂടി മുന്നോട്ട് വന്നു. അയാളുടെ കൈ അവന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. ലക്ഷ്യം വീട്ടിൽ അരപ്പട്ടിന് കിടക്കുന്ന നായെ, ചെങ്കാട്ട് തറവാട്ടിലും പെണ്ണിനെ തന്നെ വേണം നിനക്ക്, അന്തിക്കുട്ടിന് അല്ലേടാ. മുഖത്തെ അസ്ഥികൾ തകർന്നതുപോലെ തോന്നി സത്യന്. മറുപടി പറയാൻ പോലും കഴിയുന്നില്ല. പിന്നീട് മല്ലന്മാരുടെ ഊഴമായിരുന്നു. നിലവിളിക്കാൻ ഭാവിച്ച അവന്റെ വായിൽ അവർ ജാതിയിലെ കുത്തിത്തിരുകി. അവസാനം അവൻ തളർന്നു വീഴാൻ ഭാവിച്ചപ്പോൾ അവർ മറ്റൊരു ഭാഗത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവൻ വായിൽ നിന്ന് ഇല തുപ്പിക്കളഞ്ഞു. പാചകപ്പുരയിൽ ആൾക്കാരുടെ ഉച്ചത്തിലുള്ള ചിരിയും സംസാരവും കേൾക്കാം. പക്ഷെ അവിടെ നടന്നത് ആരും അറിഞ്ഞില്ല. കിളിവാതിലിനരികിൽ സത്യനെ കാത്തു നിന്നിരുന്ന മോഹിനി പോലും. ചന്ദ്രപ്പൻ കിടാവായിരുന്നു മുന്നിൽ. മല്ലന്മാർ സത്യനെ വലിച്ചിഴച്ചു. ജാതിത്തോട്ടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയപ്പോൾ എല്ലാവരും നിന്നു. നേരത്തെ ഒരുക്കി വെച്ചിരുന്നത് പോലെ മല്ലന്മാർ രണ്ട് മെഴുകുതിരികൾ കത്തിച്ചു. പിന്നെ ഒരു പിക്കാക്സും മൺവെട്ടിയും സത്യന്റെ മുന്നിലേക്കിട്ടു. മെഴുകുതിരിയുടെ വെളിച്ചം കിടാവിന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. നിനക്കെന്റെ മോളെ വേണോടാ? സത്യന്റെ മുഖത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് ചോദ്യം. വേണം. സത്യൻ കൈകൂപ്പി. ഞങ്ങളെ തമ്മിൽ പിരിക്കല്ല അങ്ങുന്നേ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ. കിടാവ് തലയനക്കി. ശരി, നേരം പുലരാൻ ഇനി സമയമുണ്ടല്ലോ. നീ ഇവിടെ ഒരു കുഴിയെടുക്ക്. മല്ലന്മാർ അപ്പോഴേക്കും കുഴിയുടെ നീളവും വീതിയും കാണിച്ചു കൊടുത്തു. 6 അടി നീളം, 1.5 അടി വീതി. സത്യൻ കിടുങ്ങി. മനസ്സിൽ ഒരു കൊടുങ്കാറ്റിരമ്പി. എടുക്കടാ കുഴി. പിന്നിൽ നിന്ന് ഒരുവൻ അവന്റെ പിടലിക്കടിച്ചു. കുഴിയെടുക്കേണ്ട ഭാഗത്ത് തന്നെ അവൻ മൂക്കുകുത്തി. ഒരു വിധത്തിൽ ഉരുണ്ടു പിരണ്ടെണീറ്റ് അവൻ പിക്കാസ് എടുത്തു. അതുകൊണ്ട് അവരെ ആക്രമിച്ചാലോ എന്ന് ചിന്തിച്ചതാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചു. പിക്കാക്സ് കൊണ്ട് തറ കിളച്ചു. മൺവെട്ടി കൊണ്ട് മണ്ണ് കോരിക്കളഞ്ഞു. വീണ്ടും കിളച്ചു. മടിക്കുത്തിൽ നിന്നും ഇരട്ടി മധുരമെടുത്ത് ചന്ദ്രപ്പൻ കിടാവ് വായിലിട്ടു. അത് കടപ്പല്ലുകൾക്കിടയിൽ ഞെരിച്ചമർത്തി. സമയം കടന്നുപോയി. ഏതാണ്ട് 2 അടി താഴ്ചയിൽ കുഴിയെടുത്തു കഴിഞ്ഞു സത്യൻ. അവന്റെ വസ്ത്രത്തിൽ മണ്ണും വിയർപ്പും കുഴഞ്ഞുപറ്റി. മതിയടാ, നിർത്ത്. കിടാവിന്റെ നിർദ്ദേശം. അവൻ പിക്കാസും മൺവെട്ടിയും താഴെയിട്ടു. കുഴിക്കുള്ളിൽ തന്നെ നിൽക്കുകയായിരുന്നു സത്യൻ. ഇനി നീ കിടന്നോടാ. നീളം പാകത്തിനാണോ എന്ന് നോക്കട്ടെ. കിടാവ് പിന്നെയും പറഞ്ഞു. എരിഞ്ഞു തീറാതായ മെഴുകുതിരികളുടെ വെളിച്ചം സത്യന്റെ മുഖത്തേക്ക് പാളി വീണു. മണ്ണും വിയർപ്പും കുഴഞ്ഞു പറ്റിയ ആ മുഖത്ത് ദീനതയുടെ കടുത്ത നിഴൽ. തൊട്ടു മുന്നിൽ മരണത്തെ കണ്ടവന്റെ ഭാവം. കിടക്കാൻ. അവനൊന്നും മടിച്ചു. കിടക്കടാ. ഒരു യന്ത്രപ്പാവ കണക്കെ അവൻ കുഴിയിൽ നീണ്ടു നിവർന്നു കിടന്നു. കിടാവ് പിക്കാസ് എടുത്തു. എണീറ്റോടാ ഇനി. തെല്ല ആശ്വാസത്തോടെ എണീക്കുകയായിരുന്നു സത്യൻ. ആ ക്ഷണം കിടാവിന്റെ കയ്യിൽ പിക്കാക്സ് ഉയർന്നു. പിന്നീട് സർവശക്തിയും സമാഹരിച്ച് താഴേക്ക്. പകുതി എണീറ്റ് കഴിഞ്ഞിരുന്ന സത്യന്റെ ശിരസിലേക്ക്. അവന്റെ നിലവിളി വായു പൊത്തിയതുപോലെ നിന്നു.
ശിരസ് പിളർന്ന സത്യൻ കുഴിയിലേക്ക് തന്നെ വീണു. ജാതിത്തോട്ടത്തിൽ ചേക്കേറിയിരുന്ന ഒരു കൂട്ടം പക്ഷികൾ തീപ്പൊള്ളേറ്റതുപോലെ ഇളകി പറന്നു. ഭയങ്കരമായൊരു കാഴ്ചയായിരുന്നു അത്. മെഴുകുതിരികളുടെ നേർത്ത വെട്ടത്തിൽ ആ കാഴ്ച മല്ലന്മാരെ പോലും നടുക്കി കളഞ്ഞു. കിടാക്കന്മാരുടെ തോട്ടത്തിലെ പണിക്കാർ എന്ന ഭാവേന അവിടെ കഴിഞ്ഞ ഒത്തിരി ക്രൂരതകൾ കാണിച്ചിട്ടുണ്ടവർ. പക്ഷേ ഇതുപോലത്തെ ഒരു സംഭവം ആദ്യത്തേതായിരുന്നു. പിക്കാക്സ് കൊണ്ടുള്ള വെട്ടേറ്റ് കഴുത്ത് തല്ലിച്ചതച്ച ഒരു പാമ്പിനെ പോലെ കുഴിയിൽ കിടന്ന് പിടയുകയാണ് സത്യൻ. കുഴിവക്കിലെ മണ്ണിൽ അവൻ അള്ളിപ്പിടിക്കാൻ ശ്രമിക്കുകയും കാൽ കൊണ്ട് കുഴിയിൽ ആഞ്ഞാഞ്ഞ് ചവിട്ടുകയും ചെയ്തു. തലയോട്ടിയും തകർത്ത് പിക്കാക്സ് ഉള്ളിലേക്ക് താണിരുന്നു. ചന്ദ്രപ്പൻ കിടാവ് അത് വലിച്ചൂരിയെടുത്തു. ചോര ചീറ്റിത്തെറിച്ചു. ഒരു പൈപ്പ് പൊട്ടി ജലം തെറിക്കും പോലെ. മലമാർ മുഖം തിരിച്ചു. എന്നാൽ ഒരു സിനിമ കാണുന്ന ഭാവമായിരുന്നു അപ്പോഴും കിടാവിന്റെ മുഖത്ത്. ആ കണ്ണുകളിൽ ഒരു ചെന്നായുടെ ക്രൗര്യം. സത്യന്റെ വായിൽ നിന്ന് അസ്പഷ്ടമായ ചില ശബ്ദങ്ങൾ ഉണ്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ അത് നിലച്ചു. ക്രമേണ പിടച്ചിലും അവസാനിച്ചു. ആരും ചലിച്ചില്ല. കിടാവിന്റെ ശബ്ദമാണ് മല്ലന്മാരെ ഉണർത്തിയത്. മണ്ണ് നീക്കിയിട്ട് കുഴി മൂടിനടാ. എന്നിട്ട് മറക്കാതെ നാളെ തന്നെ ഇവന്റെ നെഞ്ചത്തൊരു ജാതിത്തൈ നടണം. ശരി അങ്ങത്തെ. കിടാവ് ചവച്ചരച്ച ഇരട്ടി മരുന്നത്തിന്റെ ചണ്ടി കുഴിയിലേക്ക് തുപ്പി. ഫു, കിടാവിന്റെ മോളെ കെട്ടാൻ ഒരു രാജകുമാരൻ വന്നിരിക്കുന്നു. അയാൾ കാലുകൾ നീട്ടിവെച്ച് നടന്നു. മല്ലന്മാർ പരസ്പരം ഒന്ന് നോക്കി. അനന്തരം കുഴിയിലേക്ക് മണ്ണ് വലിച്ചിടാൻ തുടങ്ങി. ചന്ദ്രപ്പൻ കിടാവിന്റെ ശരീരം നന്നായി വിയർത്തിരുന്നു. അയാൾ നേരെ ബാത്റൂമിൽ ചെന്ന് കയറി. മേലൊന്ന് കഴുകി വന്നപ്പോൾ പഴയ ഉന്മേഷം തിരിച്ചു കിട്ടി. ഇതുവരെ മനസ്സിനെ ഇളക്കിക്കൊണ്ടിരുന്ന തിരമാലകൾ അവസാനിച്ചുവെന്ന് സ്വയം അറിഞ്ഞു. വേഷം മാറി പാചകപ്പുരയിലേക്ക് നടന്നു. ശേഖരക്കിടാവും നീലകണ്ഠക്കിടാവും ഉണ്ടായിരുന്നു അവിടെ. പാചകക്കാരുമായി തമാശകൾ പറഞ്ഞിരിക്കുകയാണ്. അട തെറുത്ത് പുഴുങ്ങാൻ വച്ചിരിക്കുന്നു. ചെമ്പിനടിയിലേക്ക് തീ നീക്കിയിടുന്നു ഒരാൾ. ഒരു ഭാഗത്ത് തേങ്ങ ചുരണ്ടുന്നു. സാമ്പാറിനും അവിയലിനും വേണ്ട പച്ചക്കറികൾ നുറുക്കുന്നു. അങ്ങനെ എല്ലാവരും ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. അച്ഛനെ കണ്ടപ്പോ മക്കൾ എണീറ്റു നിന്നു. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന തമാശകളുടെ രസച്ചരട് പൊട്ടി. കിടാവ് ഗൗരവത്തിൽ എല്ലാം വീക്ഷിച്ചു. പിന്നെ പ്രധാന പാചകക്കാരന്റെ നേരെ തിരിഞ്ഞു. ഒന്നിനും യാതൊരു കുറവും ഉണ്ടാവില്ലല്ലോ കുറുപ്പേ? ഇല്ല അങ്ങത്തെ. ശരി. കിടാവ് മക്കളെ നോക്കി. ഞാനൊന്ന് നടുനിവർക്കാൻ പോവുകയാ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ശരി അച്ഛാ. കിടാവ് തിരിഞ്ഞു നടന്നു. അപ്പോഴും കിളിവാതിലിനരികിൽ ഇരുളിലേക്ക് തന്നെ നോക്കി നിന്ന് നെടുവീർപ്പിടുകയായിരുന്നു മോഹിനി. നേരം പുലരും മുമ്പ് സത്യൻ എത്തുമെന്നും തന്നെ കൊണ്ടുപോകുമെന്നും ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നു. ക്ഷേത്രനടയ്ക്ക് മുന്നിൽ വെച്ച് അവസാനം കണ്ടപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട മോഹിനി. മറ്റാരും നിന്നെ കൊണ്ടുപോയില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ. മറ്റൊരാൾ നിന്നെ കൊണ്ടുപോകുമെന്നറിഞ്ഞാൽ പറന്നെത്തും ഞാൻ. പിന്നെ ഒരു കാര്യം, ലക്ഷം വീട്ടിലാണ് എന്റെ താമസം. മതി. എവിടെയാണെങ്കിലും സത്യന്റെ സാമീപ്യമുണ്ടെങ്കിൽ ഞാൻ തൃപ്തയായി. താനും ഉറപ്പു കൊടുത്തതാണ്. ജാതിത്തോട്ടത്തിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ടോ? മോഹിനി കിളിവാതിലൂടെ തല പുറത്തേക്ക് നീട്ടി കാതോർത്തു. കരിയിലകൾ ശബ്ദിക്കുന്നുവോ? സത്യൻ തന്റെ അരികിൽ എത്തിക്കഴിഞ്ഞോ? കാര്യസ്ഥൻ വേലുവിനല്ലാതെ മറ്റാർക്കും തന്റെ ഈ താല്പര്യത്തെക്കുറിച്ച് അറിയില്ല. അതും അയാൾ വളരെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. മാത്രവുമല്ല, ഈ തറവാട്ടിൽ തന്റെ ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടാവണമെന്ന് തോന്നി. അമ്മയോട് പോലും തനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല. കുറെ കാലം കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞെങ്കിലും അതാരും മുഖവിലിക്ക് പോലും എടുത്തില്ല. സത്യൻ തന്നെ കൊത്തിക്കൊണ്ട് പറക്കും എന്നൊരു വിശ്വാസം അപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ മോഹിനിക്ക് തോന്നി. നേരം പുലരാൻ ഇനി അധിക നേരമില്ല. ഒരുപക്ഷെ സത്യന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതേക്കുറിച്ച് ഓർക്കാൻ തന്നെ അവൾ ഭയന്നു. ഒപ്പം അസ്വസ്ഥതയും ഏറുകയായിരുന്നു. കത്തുമായി പോയ വേലുവിനെയും പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് എന്തു പറ്റി? ഈ താഴെ എങ്ങാനും വന്നിട്ടുണ്ടാവുമോ? ഒന്ന് കണ്ട് വിവരം അറിഞ്ഞിരുന്നെങ്കിൽ. ഹൃദയം വല്ലാതെ തുടിക്കുകയാണ്. സമയം കടന്നുപോയി. അകലെ എവിടെയോ ഒരു കോഴി കൂവുന്നതിന്റെ ഒച്ച കേട്ടപ്പോൾ തലയിൽ ചുറ്റിക കൊണ്ട് പ്രഹരമേറ്റതുപോലെ അവൾ പിടഞ്ഞു. ദൈവങ്ങളെ, എന്റെ പ്രാർത്ഥന കേട്ടില്ലേ? അവൾ ഓടിച്ചെന്ന് കിടക്കയിലേക്ക് വീണ് തലേണയിൽ മുഖം ചേർത്ത് തേങ്ങിക്കരഞ്ഞു. തന്റെ മുറിയിൽ ചന്ദ്രപ്പൻ കിടാവ് അപ്പോൾ ആർക്കോ ഫോൺ ചെയ്തിട്ട് റിസീവർ വെക്കുകയായിരുന്നു. നേരം പുലരുകയാണ്. വാതിലിൽ ആരോ തുടർച്ചയായി മുട്ടുന്നു. മോഹിനി കിടക്കയിൽ എണീറ്റിരുന്നു. മുഖം തുടച്ചു. മോളെ. അമ്മയുടെ ശബ്ദം. അവൾ മുടി വാരിക്കെട്ടി വസ്ത്രങ്ങൾ നേരെയാക്കി.
ഭിത്തിയിലെ ആൾവലിപ്പമുള്ള കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ സംശയം തോന്നി. ഇത് താൻ തന്നെയോ മോളെ? അമ്മ വീണ്ടും വിളിക്കുന്നു. അവൾ മന്ദം ചെന്ന് വാതിൽ തുറന്നു. എന്തൊരർക്കമായിരുന്നു കുട്ടി ഇത് ചോദിച്ചുകൊണ്ടാണ് മായാവതി മകളുടെ മുഖത്തേക്ക് നോക്കിയത്. അവരുടെ നെറ്റി ചുളിഞ്ഞു. മായാവതി പെട്ടെന്ന് അകത്ത് കയറി വാതിൽ ചാരി. 55 വയസ്സുണ്ട് മായാവതിക്ക്. നല്ല ഐശ്വര്യമുള്ള മുഖം, വെളുത്ത നിറം, സെറ്റ് മുണ്ടുമേ ധരിക്കൂ. അമ്മയുടെ സൗന്ദര്യമാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നത്. മായാവതി മകളെ ആപാദചൂടം നോക്കി. ആ മുഖത്ത് സംശയത്തിന്റെ കാളിമ പടർന്നു. നിനക്ക് എന്തു പറ്റി കുട്ടി? കഴിഞ്ഞ രാത്രി നീ ഉറങ്ങിയതേ ഇല്ലെന്ന് തോന്നുന്നുവല്ലോ. എന്തൊരു കോലമായത്! 10 മണിക്ക് അവരിങ്ങെത്തും. അപ്പോഴേക്കും മോള് കുളിച്ചൊരുങ്ങണ്ടേ? ബ്യൂട്ടീഷ്യന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞു. ഏങ്ങളടിയോടെയുള്ള ഒരു കരച്ചിലായിരുന്നു മോഹിനിയുടെ മറുപടി. അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരാശ്രയം എന്ന വണ്ണം അവൾ ആ മാറിലേക്ക് ചാഞ്ഞു. എന്തിനാ കുട്ടി നീ കരയുന്നത്? നിനക്ക് എന്താ പറ്റിയതെന്ന് പറ. മായാവതിക്ക് അമ്പരപ്പ് മാറുന്നില്ല. അമ്മേ, അവൾ തേങ്ങി. എനിക്ക് ഈ കല്യാണം വേണ്ടമ്മേ. മോളെ, അവിശ്വസനീയതും ഭീതിയും കൂടി കലർന്നതായിരുന്നു ആ ശബ്ദം. നീ ഭ്രാന്ത് പറയുകയാണോ? അല്ലമ്മേ, സുബോധത്തോടെ തന്നെയാ. ഈ വിവാഹം നടന്നാലാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഓളംപാറയിൽ കൊണ്ടുപോയി ചികിത്സിച്ചോളാം മടി. പെട്ടെന്ന് വാതിൽക്കിൽ നിന്ന് ഇടിമുഴക്കം പോലെ ആ ശബ്ദമുയർന്നു. മായാവതിയും മോഹിനിയും ഒരുപോലെ നടുങ്ങിത്തിരിഞ്ഞു. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്ന് അവിടെ നിറഞ്ഞു നിൽക്കുന്നു ചന്ദ്രപ്പൻ കിടാവ്. അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ പറിക്കാതെ കിടാവ് അകത്തേക്ക് വന്നു. നിന്റെ മനംമാറ്റത്തിന്റെ കാരണം എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതെന്തുമായിക്കൊള്ളട്ടെ. അരുതാത്തത് എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ മായ്ച്ചു കളഞ്ഞേക്കുക. ഇനി ഒരു നിമിഷം നീ അതേക്കുറിച്ച് പരിതപിക്കുന്നത് ഞാൻ കണ്ടോ. വിവാഹം വേണ്ട എന്ന് ഉച്ചരിച്ച നീ എന്റെ മകളാണെന്ന യാതൊരു വിചാരവും ഈ ചന്ദ്രപ്പനുണ്ടാവില്ല. വെട്ടിയരിഞ്ഞ് വാളക കിട്ടുകൊടുക്കും ഞാൻ. ശബ്ദിക്കാനായില്ല മോഹിനിക്ക്. ചുണ്ടുകൾ ചേർന്നറിഞ്ഞതുപോലെ. 1 മണിക്കൂറിനുള്ളിൽ നീ കൊളിച്ചൊരുങ്ങി താഴെ എത്തണം കൽപ്പിച്ചിട്ട് കിടാവ് തിരിച്ചുപോയി. മണ്ണൻ കുളഞ്ഞി കോളനിയിൽ ഇപ്പോൾ സത്യനെ തേടുകയാവുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അത് ശരിയുമായിരുന്നു. രാവിലെ തന്നെ സത്യനെ കാണാനില്ലെന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. തലേന്ന് വൈകിട്ട് വരെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ പോലും അമ്പരന്നു. ഏതാണ്ട് 500-ലധികം വീടുകളുണ്ട് കോളനിയിൽ. നാനാജാതി മതസ്ഥർ, വിവിധ രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്നവർ. എങ്കിലും കോളനിയുമായി ബന്ധപ്പെട്ട ഏതു കാര്യത്തിലും അവർ ഒറ്റക്കെട്ടാണ്. 3 മുറികളും അടുക്കളയുമുള്ള വീടായിരുന്നു സത്യന്റേത്. അച്ഛനും അമ്മയും ഏട്ടനും അനുജത്തിയും അടങ്ങുന്ന കുടുംബം. അച്ഛൻ ചുമട്ടുകാരനായിരുന്നു, കോർട്ട ദാമോദരൻ. ആ പേര് പോലീസ് റെക്കോർഡുകളിൽ വരെ സ്ഥാനം പിടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടന്നിരുന്ന ദാമോദരൻ അവസാനം എതിർകക്ഷിക്കാർ ഭരണത്തിലേറിയപ്പോ പോലീസിനെ കൊണ്ട് പക വീട്ടി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ചുമയ്ക്കാനും ചോര തുപ്പാനും തുടങ്ങിയിരുന്നു. മൂത്ത മകൻ ഈശ്വർ ജീപ്പ് ഡ്രൈവറാണ്. അടുത്ത കാലത്ത് ലോൺ എടുത്ത് സ്വന്തമായൊരു ജീപ്പ് വാങ്ങി. അവനാണ് കുടുംബത്തിന്റെ ഏക അത്താണി. മകൾ സുന്ദരി ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഈശ്വർ ഡിഗ്രി വരെ പഠിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും എത്തിയത് ഡ്രൈവറുടെ സീറ്റിൽ. അതുകൊണ്ട് അനുജനും അനുജത്തിയും പഠിച്ച് ഉന്നതങ്ങളിൽ എത്തണമെന്ന വാശിയുണ്ടായിരുന്നു ഈശ്വറിന്. അച്ഛൻ ഒട്ടും താല്പര്യമില്ലായിരുന്നിട്ടുകൂടി അവൻ തന്റെ ചെലവുകൾ ചുരുക്കി അവരെ പഠിപ്പിക്കുകയായിരുന്നു. വീട് അത്രയുമൊക്കെ ആക്കിയതും അവനാണ്. 5 സെന്റ് വസ്തുവുണ്ട്. ഈശ്വർ രാവിലെ അകലെ എവിടെയോ ഓട്ടം പോയതാണ്. സത്യനെ കാണാനില്ലെന്ന വിവരം അതുകൊണ്ട് അവൻ അറിഞ്ഞിട്ടില്ല. രാവിലെ മകന് കാപ്പിയുമായി ചെന്ന ജാനകിയാണ് അവന്റെ ഒഴിഞ്ഞ കിടക്ക കാണുന്നത്. പുറത്തെങ്ങാനും കാണുമെന്ന് കരുതിയെങ്കിലും കുറെ കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത്. ഡോക്ടർ ദാമോദരന്റെ വീട്ടുമുറ്റത്ത് കോളനിയിലെ കുറെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഒരു കൂട്ടർക്ക് ഇപ്പൊ തന്നെ പോലീസിൽ അറിയിക്കണമെന്നാണ്. പക്ഷെ അവനിങ്ങ് തിരിച്ചു വന്നാലോ എന്ന് മറ്റൊരു കൂട്ടർ. ജാനകി അകത്ത് തളർന്നു കിടക്കുന്നു. സുന്ദരി അമ്മയ്ക്കരികിൽ ഇരുന്ന് ആശ്വസിപ്പിക്കുകയാണ്. ഏതായാലും ഈശ്വർ വരുന്നവരെ കാക്കാം. ദാമോദരന്റെ അഭിപ്രായത്തോട് എല്ലാവരും അനുകൂലിച്ചു. ഈ നേരത്താണ് പോലീസ് വാഹനങ്ങളുടെ മൂളിൽ കേട്ടത്. എല്ലാവരും അങ്ങോട്ട് നോക്കി. കോളനി റോഡിലൂടെ പൊടി പറത്തി പാഞ്ഞു വരുന്ന പോലീസ് വാഹനങ്ങൾ, ജീപ്പുകളും വലിയ വാനുകളും. ആളുകൾ ഒന്നും പിടികിട്ടാതെ പരസ്പരം നോക്കി. സത്യന്റെ കൂട്ടുകാർക്ക് സംശയമായി. അവൻ പോയി ചെങ്കോട്ട് തറവാട്ടിൽ പ്രശ്നമുണ്ടാക്കിയോ? ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ വാഹനങ്ങളെല്ലാം നിന്നു. പോലീസുകാർ ചാടിയിറങ്ങി. സി ശിവൻകുട്ടി കെയിൻ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അവരെ നോക്കി.
ഇവിടെ നിന്ന് ആരും അനങ്ങിപ്പോകരുത്. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത റെയ്ഡാണ്. എന്താ സാറേ കാര്യം? കൃഷ്ണമാഷ് മുന്നോട്ട് വന്നു. കോളനിയിൽ ഏവരും അംഗീകരിക്കുന്ന വ്യക്തിയാണ് മാഷ്. ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകൻ. ശിവൻകുട്ടിയുടെ കണ്ണുകൾ ചുവന്നു. കോളനിയുടെ മറവിൽ ചാരായം പൊടി പൊടിക്കുകയല്ലേ നിങ്ങളൊക്കെ? അല്ല സർ, ഞങ്ങൾ... മാഷ് പൂർത്തിയാക്കുവാൻ CA സമ്മതിച്ചില്ല. അയാൾ കെയിൻ ചൂണ്ടി. മിണ്ടരുത് താൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇല്ല, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഷട്ടപ്പ് റോസ്കൽ. അനന്തരം കാക്കി പടയ്ക്ക് നേരെ നോക്കി അലറി. സെർച്ച്. ഇര തേടുന്ന വേട്ടനായ്ക്കളെ പോലെ കാക്കിധാരികൾ ചിതറി ഓരോ വീടിനു നേരെ ഓടി. ജനങ്ങൾ അനങ്ങാതിരിക്കാൻ കുറെ പേർ കരുതലോടെ നിന്നു. വീടുകൾക്കുള്ളിൽ നിന്നും സ്ത്രീകളുടെ നിലവിളി ഉയർന്നു. പുരുഷന്മാർ പുറത്തേക്ക് ഓടി. മുന്നോട്ട് കുതിക്കാൻ ഭാവിച്ച ആൾക്കാരെ മാഷ് തടഞ്ഞു നിർത്തി. അരുത്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 10-17 വയസ്സുള്ള പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. അവളുടെ നൈറ്റി കുറെ ഭാഗം കീറിപ്പോയിരുന്നു. ജനങ്ങൾ ഇളകി. പോക്കൃത്തരം കാണിക്കുന്നോടെ പന്നിക്ക് പറന്നോമാരെ. മാഷിന് പിന്നെ അവരെ നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം CIക്കരികിലേക്ക് ഓടിച്ചെന്നു. മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ശിവൻകുട്ടി തിരിഞ്ഞു. അയാളുടെ മുഖത്ത് കോപം ജ്വലിച്ചു. ഒറ്റയടി. മാഷ് കറങ്ങി താഴെ വീണു. അടിക്കടാ! അപ്പോഴേക്കും ജനങ്ങൾ അലറി വിളിച്ചു. തുടർന്ന് അവരും കാക്കിധാരികളും തമ്മിൽ ഏറ്റുമുട്ടി. ആരോ നിർദ്ദേശിച്ചതുപോലെ CI ശിവൻകുട്ടി പോർട്ടർ ദാമോദരന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. അമ്മയ്ക്കരികിൽ നിന്ന് സുന്ദരിയെ വലിച്ചു പൊക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. എവിടെ ആടി ചാരായം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ ഇല്ല സാർ, എനിക്ക് അറിയില്ല സാർ. അവൾ കരഞ്ഞു. ആഹാ, നിന്നെ കൊണ്ട് പറയിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. സിയയുടെ കൈ തന്റെ മകളുടെ ശരീരത്തിലേക്ക് നീങ്ങുന്നത് കണ്ട ദാമോദരൻ ഓടിയെത്തി. സാറേ, തൊട്ടുപോകരുത് അവളെ. ശിവൻകുട്ടി കെയിൻ കൊണ്ട് ദാമോദരന്റെ തലയിൽ ഒറ്റയടി, ഒപ്പം അടിവയറ്റിൽ ഒറ്റ ചവിട്ട്. ദാമോദരൻ നിലവിളിയോടെ പിന്നോട്ട് മലർന്നു വീണു. അപ്പോൾ കോളനി റോഡിലൂടെ വെട്ടിത്തിരിഞ്ഞ് മറ്റൊരു ജീപ്പ് കൂടി പാഞ്ഞു വന്നു. അതിന്റെ ടയർ തറയിൽ ഉരഞ്ഞു നിന്നു. പൊടിപടലങ്ങൾ ഇളകി. ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പാഞ്ഞിറങ്ങി. സംഘട്ടനത്തിനിടയിലൂടെ അവൻ മുന്നോട്ട് കുതിച്ചു. സുന്ദരിയെ കയറി പിടിച്ച സിയയുടെ പിടലിക്ക് ആഞ്ഞൊരടി വീണു. അയാൾ തറയിലേക്ക് മറിഞ്ഞു. ഒപ്പം ഒരു ഗർജനം. നിർത്തടാ! ആ ശബ്ദം. ഒരു നിമിഷം ഏവരും നിശ്ചലരായി. നിശ്ചലരായി നിന്ന ജനങ്ങളിൽ നിന്ന് പെട്ടെന്നാണ് ആ ശബ്ദം ഉയർന്നത്. ഈശ്വർ. ആ ശബ്ദം ഒരു കൊടുങ്കാറ്റിന്റെ ആരവം പോലെയാണ് CI ശിവൻകുട്ടിക്ക് തോന്നിയത്. തറയിൽ കിടന്നുകൊണ്ട് തന്നെ അയാൾ തിരിഞ്ഞു നോക്കി. തന്നെ തല്ലാൻ കോളനിയിൽ ആർക്കാണ് ധൈര്യമുണ്ടായത്? അവിടെ ശിവൻകുട്ടിയുടെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടികൾ ഊന്നിക്കൊണ്ട് ഇമകൾ പോലും ചലിപ്പിക്കാനാവാതെ അവൻ നിന്നിരുന്നു. ഈശ്വർ. ശിവൻകുട്ടിയുടെ കണ്ണുകൾ അവനിൽ തറഞ്ഞു. 30 വയസ്സിലധികം വരില്ല അവന്. ഒത്ത ഉയരവും വണ്ണവും, അലസമായി ചിതറിക്കിടക്കുന്ന മുടി, തിളങ്ങുന്ന കണ്ണുകൾ, അല്പം പിരിച്ചു വെച്ചതുപോലെ തോന്നുന്ന മീശ, കഴുത്തിൽ ഏലസുള്ള കറുത്ത ചരട്, വലതു കൈയിൽ സ്റ്റീൽ വള. അവന്റെ വേഷത്തിനുണ്ടായിരുന്നു പ്രത്യേകത. ലുങ്കിയും കോളറില്ലാത്ത ടീഷർട്ടും, അതിന് പുറത്ത് ബട്ടൺസ് ഇടാതെ കാക്കിയുടുപ്പ് വെറുതെ ധരിച്ചിട്ടുണ്ട്. അതാണ് ഈശ്വരുടെ രീതി. ജീപ്പുമായി പോകുമ്പോൾ എവിടെയെങ്കിലും ചെക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം ഷർട്ട് ശരിക്കിടും, അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കും. ഈശോയുടെ ആഗമനത്തോടുകൂടി കോളനിക്കാർ ഒന്ന് പിടഞ്ഞുണർന്നു. എല്ലാ കണ്ണുകളും അങ്ങോട്ട് നീണ്ടു. കോളനിക്കാരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന പോലീസുകാരുടെയും എക്സൈസുകാരുടെയും ശ്രദ്ധ അവിടേക്കായി. രംഗം കൂടുതൽ വഷളാവും എന്ന് തോന്നിപ്പിക്കുമാറ് ഒരു നിമിഷം അവിടെ നിശബ്ദത വന്നു. 4-5 പോലീസുകാർ ഈശ്വറിന് പിന്നിൽ കരുതലോടെ നിന്നു. പതിയെ പതിയെ ആളുകൾ ഈശ്വറിനും CIക്കും അരികിലേക്ക് നീങ്ങി തുടങ്ങി. എതിരാളിയിൽ നിന്നും കണ്ണുകൾ പിൻവലിക്കാതെ എണീക്കുകയായിരുന്നു അപ്പോൾ ശിവൻകുട്ടി. തന്റെ മേൽ കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചവനെ വെറുതെ വിടാനോ? ശിവൻകുട്ടി ഇവിടെ ചാർജ് എടുത്തിട്ട് അധികം നാളായിട്ടില്ല. ഈശ്വറുമായി നേർക്കുനേരെ ആദ്യം. CI എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കിയ ഈശ്വർ ഒട്ടും പതറാതെ പെട്ടെന്ന് ലുങ്കി ചൊരിച്ച് മടക്കി കയറ്റി കുത്തി. നീ പോലീസിന്റെ മേൽ കൈവയ്ക്കും അല്ലട പന്നിയുടെ മോനെ! ഗർജിച്ചുകൊണ്ട് ശിവൻകുട്ടി മുന്നോട്ട് കുതിച്ചു. നില്ല്! ഈശ്വർ കൈ ചൂണ്ടി. ശിവൻകുട്ടി തെല്ല് പകച്ചു. നോക്ക്, നിങ്ങൾ ഇവിടെ ഇത്രയും അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യങ്ങൾ എന്തായാലും അതിന് രമ്യമായ പരിഹാരം കാണുന്നതാവും നല്ലത്. ശിവൻകുട്ടിയുടെ നെറ്റി ചൊളിഞ്ഞു. അയാളുടെ ഉള്ളിൽ ഒരു വന്യമൃഗം ചുരമാന്തി. ഈശ്വർ ഒരു ബീഡി കത്തിക്കാനുള്ള നേരം എടുത്തിട്ട് തുടർന്നു. അതല്ല, ഞങ്ങൾ കോളനിക്കാരാണെന്ന് കരുതി ചുമ്മാ കുതിര കയറി കളയാമെന്നും കൈത്തരിപ്പ് തീർക്കാമെന്നും വിചാരമുണ്ടെങ്കിൽ അത് വേണ്ട സാറേ.
ആവശ്യമില്ലാതെ വഴക്ക് കടം മേടിക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷേ ഇങ്ങോട്ട് വന്ന ഒട്ടും വിടുകയുമില്ല. അത് പോലീസ് ആയാലും മറ്റാരായാലും. ഇനി നിശബ്ദനായി നിൽക്കാൻ കഴിയുമായിരുന്നില്ല ശിവൻകുട്ടിക്ക്. "ഹാ, നിർത്തട ചേറ്റെ!" അയാൾ രണ്ടടി കൂടി മുന്നോട്ടെടുത്തു. "ലുക്ക് മിസ്റ്റർ സർക്കിൾ ഇൻസ്പെക്ടർ, അണ്ണാക്കിൽ കൊണ്ടുവന്ന കോല് കുത്തി കയറ്റിട്ട് കടിച്ചെന്ന് പറയല്ലേ." ഈശ്വറിന്റെ ഭാവം മാറി തുടങ്ങി. വാക്കുകളിൽ ചൂട് പിടിച്ചു തുടങ്ങി. "മര്യാദയുടെ ഭാഷ തനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം മോദിയിട്ട് കാര്യവുമില്ലെന്നറിയാം. അതൊട്ടും ശീലിച്ചിട്ടുമില്ല. അതുകൊണ്ട് സാറ് കാര്യം എന്താണെന്ന് വെച്ചാ പറ, നമുക്ക് പരിഹാരമുണ്ടാക്കാം." അവൻ മീശയിലൊന്ന് തടവി ബീഡിക്കുറ്റി തുപ്പിക്കളഞ്ഞു. എന്നാൽ ഈശ്വരന്റെ പിന്നിൽ നിന്നിരുന്ന ഹെഡ് കോൺസ്റ്റബിളിനെ ശിവൻകുട്ടി കണ്ണിറുക്കി കാണിച്ചത് ആരും ശ്രദ്ധിച്ചില്ല. "കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞേ പറ്റൂ അല്ലേടാ?" ശിവൻകുട്ടി വികൃതമായി ചിരിച്ചു. "അതാണല്ലോ പറഞ്ഞത്. എങ്കിൽ പറയേണ്ട നേരത്ത് പറഞ്ഞോളാം." ഒറ്റ കുതിപ്പായിരുന്നു ശിവൻകുട്ടി. "നീ ആരാടാ? കോളനിക്കാരുടെ രക്ഷകനോ?" എന്നൊരു ചോദ്യവും അടിയും ഒന്നിച്ച്. പക്ഷേ ഈശ്വർ അടി തടഞ്ഞു. സിയയുടെ കൈ അവന്റെ കൈക്കുള്ളിലായി. ശിവൻകുട്ടി കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അതിനിടയിലും ഈശ്വർ അറിയിച്ചു, "സാർ വെറുതെ പ്രശ്നമുണ്ടാക്കരുത്." എന്നാൽ ശിവൻകുട്ടി അത് ശ്രദ്ധിച്ചില്ല. "ചാർജ്!" ഒറ്റ അലർച്ച. പിന്നിൽ നിന്നിരുന്ന പോലീസുകാർ ഈശ്വരുടെ മേൽ ചാടി വീണു. "അടിക്കരുത്, അവനെ അടിക്കരുത്." കൃഷ്ണമാഷ് മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. റെയ്ഡ് ചെയ്യാൻ പോരുന്നത് കോളനിയാണെന്ന് അറിയാമായിരുന്നതിനാൽ നല്ല കരുതലിലായിരുന്നു പോലീസും. "മോനെ!" അമ്മയുടെ നെഞ്ചു പൊടിയുന്ന നിലവിളി അതിനിടയിലും ഈശ്വർ കേട്ടു. ചുറ്റും നിന്ന് മർദ്ദിക്കുകയാണ് പോലീസ്. ഇതിനിടെ ശിവൻകുട്ടിയുടെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി. അയാളും ചേർന്ന് അവനെ തല്ലി. കോളനിക്കാർ പകച്ചു. ഈശ്വറിന്റെ അടുത്ത് എത്താനേ കഴിയുന്നില്ല. പോലീസ് ഒരു വലയം തീർത്തിരിക്കുന്നു. വീണ്ടും സംഘർഷം മുറുകി. പോലീസുമായി അവർ ഉന്തും തള്ളുമായി. സ്ത്രീകളും കുട്ടികളും വരെ പോരിനിറങ്ങി. കോളനി കുരുതിക്കളമാകുമെന്ന് ഈശ്വറിന് ഉറപ്പായി. ഇനി നിന്നിട്ട് കാര്യമില്ല. പല്ലുകളൊന്ന് കടിച്ചമർത്തി സർവ്വശക്തിയും സമാഹരിച്ച് അവനൊന്ന് കുതറിപ്പിടഞ്ഞു. പോലീസുകാർ ചിതറി. മുന്നിൽ നിന്നിരുന്ന ശിവൻകുട്ടിയുടെ അടിവയറ്റിൽ അവന്റെ കാൽ ഒരാഘാതമായി പറന്നിറങ്ങി. അടിവയർ പൊട്ടിപ്പിളർന്നതുപോലെ ഒരു നിലവിളി സിയായിൽ നിന്ന് ഉയർന്നു. ഈശ്വർ തന്റെ ജീപ്പിന് നേരെ കുതിച്ചു. "ആശാനെ!" അതിൽ നിന്നൊരു ശബ്ദം കിളിയാണ്. "മൊബൈൽ പാപ്പി." അവൻ ജാക്കി ലിവർ എടുത്തു നീട്ടി. ഈശ്വർ അത് വാങ്ങി വെട്ടിത്തിരിഞ്ഞു. മുന്നിൽ വന്ന പോലീസുകാർ അടിയേറ്റ് ചിതറി. മുന്നിൽ സിഐ ശിവൻകുട്ടി. അയാൾ റിവോൾവർ വലിച്ചെടുക്കാൻ ഭാവിക്കുന്നത് അവൻ കണ്ടു. ജാക്കി ലിവർ വലിച്ചെറിഞ്ഞിട്ട് ഈശ്വർ ശിവൻകുട്ടിയെ വട്ടം പിടിച്ചുയർത്തി തന്റെ ജീപ്പിന്റെ ബോണറ്റിലേക്ക് എറിഞ്ഞു. ഈശ്വറും ഒപ്പം പറന്നു വീണു. അവന്റെ മടക്കിയ കൈമുട്ട് ശിവൻകുട്ടിയുടെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞു പതിച്ചു. നിലവിളിച്ചു പോയി അയാൾ. ഈശ്വർ ഇടി നിർത്തി. ഇടത് കൈകൊണ്ട് അയാളുടെ ശിരസ് ബോണറ്റിലേക്ക് അമർത്തിപ്പിടിച്ചു. "ഒറ്റയൊരുത്തൻ അണങ്ങരുത്." കോളനിയുടെ ഓരോ മൂലയിലും ആ ശബ്ദം പ്രകമ്പനം തീർത്തു. ഏവരും നിശ്ചലരായി. ഈശ്വർ ശിവൻകുട്ടിയെ പോലീസുകാരുടെ നേർക്ക് തള്ളി. "വേഗം മടങ്ങിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശവം പോലും വീട്ടുകാർക്ക് കിട്ടില്ല. ഇവിടെ ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞങ്ങൾ." പറഞ്ഞു തീരും മുമ്പ് ഒരു സ്ഫോടന ശബ്ദം കോളനിയെ കിടുക്കി. ഏവരും ഞെട്ടിത്തിരിഞ്ഞു. കോളനിയുടെ അങ്ങേ അറ്റത്തുള്ള ഒരു വീട് തീമലയായി മാറിയിരിക്കുന്നു. ആളുകൾ അവിടെ നിന്ന് ഓടി മാറി. ഈശ്വർ പകച്ചു. എന്താണ് ഉണ്ടായത്? ആരാണ് ബോംബെറിഞ്ഞത്? ചിതറിത്തെറിച്ച വീടിന്റെ ഭാഗങ്ങൾ മറ്റു വീടുകളിലേക്കും വീണു. അവയും കത്താൻ തുടങ്ങി. ഇതിനിടെ പോലീസ് ജീപ്പിലെ വയർലെസ്സിലൂടെ ആരോ മെസ്സേജ് നൽകിയതിനനുസരിച്ച് കൂടുതൽ പോലീസ് എത്തി. പെട്ടെന്ന് 2 വീടുകൾ കൂടി സ്ഫോടനമുണ്ടായി. ഭയാക്രാന്തരായ ജനങ്ങൾ ചിതറിയോടി. കോളനിയുടെ ഒരു ഭാഗത്തെ വീടുകൾ മുഴുവൻ കത്തിയെരിയുകയാണ്. സ്ത്രീകളും കുട്ടികളും നിലവിളിച്ചു. എല്ലാം ആസൂത്രിതമാണെന്ന് ഈശ്വറിന് തോന്നി. ഫയർഫോഴ്സ് എത്രയും വേഗം വന്നില്ലെങ്കിൽ കോളനി ബാക്കി കാണില്ല. "മാഷേ, ഫയർഫോഴ്സിനെ വിളിക്ക്!" ഈശ്വർ വിളിച്ചു പറഞ്ഞു. "നോ!" അതിലും ഉച്ചത്തിൽ ശിവൻകുട്ടിയുടെ ശബ്ദമുയർന്നു. അയാൾ റിവോൾവർ എടുത്തു കഴിഞ്ഞിരുന്നു. "അയ്യോ!" കത്തുന്ന ഒരു വീട്ടിൽ നിന്നും വസ്ത്രത്തിൽ തീ പടർന്ന ഒരു പെൺകുട്ടി പുറത്തേക്ക് ഓടുന്നത് ഈശ്വർ കണ്ടു. അവൻ മുന്നോട്ട് കുതിച്ചു. "അനങ്ങരുത് നീ!" ശിവൻകുട്ടി റിവോൾവർ ചൂണ്ടി. ഈശ്വർ നിന്നു. "അറസ്റ്റ് ഹിം!" സിയുടെ ആജ്ഞ. ഒരു എസ് ഐ അവനെ വിലങ്ങ് വയ്ക്കാൻ മുന്നോട്ട് വന്നതും കോളനിക്കാർ പോലീസിനെ മറികടന്ന് അങ്ങോട്ട് തള്ളിക്കയറി. "ഈശ്വരെ തൊട്ടുപോകരുത്!" പോലീസ് കുഴങ്ങി. കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാണെന്ന് ശിവൻകുട്ടിക്കും തോന്നി തുടങ്ങി. "സാറേ, വേഗം ഇവിടുത്തെ തീ അണയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുത്തൻ ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും."
ഈശ്വർ ശിവൻകുട്ടിക്ക് മുന്നറിയിപ്പ് നൽകി. പെട്ടെന്ന് ശിവൻകുട്ടി മുന്നോട്ട് നീങ്ങി. പോർട്ടർ ദാമോദരൻ മുറ്റത്ത് കുത്തിയിരിക്കുകയായിരുന്നു. നേരത്തെ ശിവൻകുട്ടി കെയിൻ കൊണ്ട് അടിച്ചതിനാൽ അയാളുടെ തല പൊട്ടി ചോരൊഴുകുന്നുണ്ടായിരുന്നു. ശിവൻകുട്ടി അയാളെ പിടിച്ചുയർത്തി. പറയടാ, പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ബോംബല്ലേ പൊട്ടിയത്? അല്ല, ദാമോദരൻ കിതച്ചു. കള്ളം പറയുന്നോടാ റാസ്കൽ. ഈ കോളനിയിൽ ബോംബുണ്ടാക്കാൻ അറിയാവുന്ന ഏക ആൾ നീയാണ്. നിന്നെ കൊണ്ട് തത്ത പറയിക്കും പോലെ എല്ലാം പറയിക്കാൻ എനിക്കറിയാം. നീ ഒരുപാട് ബോംബുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും അട്ടിമറികൾ നടത്തിയതും എനിക്കറിയാം. പോലീസിനെ തള്ളി മാറ്റി ഈശ്വർ ഓടിച്ചെന്നു. തൊട്ടുപോകരുത് എന്റെ അച്ഛനെ, കൊന്നുകളയും നിന്നെ ഞാൻ. ശിവൻകുട്ടി ആകാശത്തേക്ക് നിറയൊഴിച്ചു. പിന്നെ വികൃതമായി ചിരിച്ചു. ഇനി എന്റെ അനുവാദം കൂടാതെ ആരെങ്കിലും ചലിച്ചാൽ അവന്റെ മണ്ട തകർക്കും ഞാൻ. കോളനിക്കാൾ പതറി നിൽക്കുമ്പോൾ പോലീസുകാർ ഈശ്വരെ പിടിച്ചു. അവന്റെ കൈകളിൽ വിലങ്ങ് വീണു. അകലേക്ക് മാറി, സിയുടെ അടുത്ത ഉത്തരവ്. ജനങ്ങളെ പോലീസ് തള്ളി അകറ്റി. എതിർക്കാൻ ശ്രമിച്ച കുറെ പേരെ അറസ്റ്റ് ചെയ്തു. പോർട്ടർ ദാമോദരനെ ജീപ്പിലേക്ക് തള്ളി ശിവൻകുട്ടി. അതുകണ്ട് ജാനകിയും സുന്ദരിയും നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. അകന്നു നിൽക്കിനടി കഴിവേറി മക്കളെ, പെണ്ണുങ്ങളാണെന്ന് നോക്കില്ല ഞാൻ, ചവിട്ടി നാഭികലക്കി കളയും. സ്ത്രീകൾ ഭയന്നുപോയി. വീടുകളിൽ നിന്നും വീടുകളിലേക്ക് തീ പടരുകയാണ്. പോയി തീ അണയ്ക്കിൻ, ഈശ്വർ വിളിച്ചു പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അറസ്റ്റ് ചെയ്തവർ ഒഴികെയുള്ളവർ അവന്റെ നിർദ്ദേശം അനുസരിച്ചു. എരിയുന്ന വീടുകൾ ഉപേക്ഷിച്ച് അവർ മറ്റു വീടുകളിലേക്ക് തീ പിടിക്കാതിരിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടു. അപ്പോഴേക്കും അകലെ ഫയർ വാഗണിന്റെ മുരൾച്ച കേട്ടു. ആരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്? ആർക്കും മനസ്സിലായില്ല. ഫയർ വാഗണെത്തി. മിനിറ്റുകൾക്കുള്ളിൽ തീ അണഞ്ഞു. നടക്കടാ, CI ശിവൻകുട്ടി ഈശ്വറെ മുന്നോട്ട് തള്ളി. ഇൻസ്പെക്ടർ, എന്തിനാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് കൂടി പറഞ്ഞാൽ കൊള്ളാം. അവന്റെ ശബ്ദത്തിൽ താക്കീതുണ്ടായിരുന്നു. ഇവിടുത്തെ സ്പിരിറ്റ് വ്യാപാരത്തിന്റെ കാരിയർ നീയാണ്. നിന്റെ ജീപ്പിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നതിന് തെളിവുകളുണ്ട് എനിക്ക്. പിന്നെ ബോംബ് നിർമ്മാണം, പോലീസിനെ ആക്രമിക്കൽ, FIR-ൽ എന്തൊക്കെ എഴുതി ചേർക്കണമെന്ന് എന്നെ ആരും പഠിപ്പിച്ചു തരണ്ടടാ. ഈശ്വർ ചുറ്റും നോക്കി. കോളനിക്കാർ നിസ്സഹായരാണെന്ന് കണ്ടു. താൻ എതിർത്തു നിന്നാൽ ഇനിയും സംഘർഷമുണ്ടാവും. അവൻ പറഞ്ഞു, ഇൻസ്പെക്ടർ, പാവപ്പെട്ട കോളനിക്കാരെ കൈവച്ച ആരും ചോദിക്കില്ലെന്ന് ധാരണ വേണ്ട. അതൊക്കെ പണ്ട്. ചെയ്യാത്ത തെറ്റിന് ഞങ്ങളെ ഉപദ്രവിച്ചാൽ എണ്ണി എണ്ണി തന്നെ കൊണ്ട് കണക്ക് പറയിക്കും ഞങ്ങൾ, മറക്കണ്ട. അപ്പൊ പിന്നെ ബോംബ് കൊണ്ടുവച്ചത് ഞങ്ങളാണോടാ നായിന്റെ മോനെ. ഈശ്വരുടെ മനസ്സിൽ ഒരു കരടുടക്കി. അവന്റെ കണ്ണുകൾ ആൾക്കാരിൽ ആരെയോ തിരഞ്ഞു. പെട്ടെന്ന് അവൻ അറിയിച്ചു, ഇൻസ്പെക്ടർ, മുലപ്പാല് കുടിച്ച് വളർന്നവനാണ് നിങ്ങളെങ്കിൽ എന്റെ ഈ വിലങ്ങൊന്ന് അഴിച്ചു മാറ്റ്. ഒരിടത്തേക്കും ഓടിപ്പോയില്ല ഞാൻ. ഇവിടെ ബോംബ് വെച്ചവന് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാൻ ഞാൻ. പക്ഷെ ഒരു കാര്യം, കുറ്റം തെളിഞ്ഞു കഴിയുമ്പോ അതിന്റെ ഉത്തരവാദികളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. ശിവൻകുട്ടിയുടെ നെറ്റി ചുടിഞ്ഞു. ഈശ്വരുടെ ശബ്ദം കോളനിക്കാർ ഏറ്റുപിടിച്ചു. അവനെ ഒന്ന് അഴിച്ചു വിട് സാറേ. ഈശ്വർ രക്ഷപ്പെട്ട ഞങ്ങളെ മുഴുവന് സാറന്മാര് കൊണ്ടുപോയിക്കോ. ഒരു വൃദ്ധ സ്ത്രീ പ്രാഞ്ചി മുന്നോട്ട് വന്നു. അഴകി, 80 വയസ്സ് വരും. കോളനിയിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീ. പോലീസുകാർ അവരെ തുറച്ചു നോക്കി. സ്ത്രീ തുടർന്നു, സാറന്മാരെ, ഈശ്വർ തന്തയ്ക്ക് പിറന്നോനാ, ഓൻ വാക്ക് മാറ്റൂല. അത് തന്നെ കോളനിയിലെ ഭൂരിഭാഗം ആൾക്കാരും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ശിവൻകുട്ടി കുലുങ്ങിയില്ല. പൊടുന്നനെ മൊബൈൽ പാപ്പി ഒരു കന്നാസ് പെട്രോളുമായി ഓടിയെത്തി. പിന്നെ അതവൻ സ്വന്തം ശരീരത്തിലേക്ക് ഒഴിച്ചു. സാറന്മാരെ, ആശാനെ വിട്ടില്ലെങ്കിൽ, സത്യം തെളിയിച്ചില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിച്ചാവും. അവൻ തീപ്പെട്ടിയെടുത്തു. ഞാൻ ഇപ്പം കത്തിക്കും. പിന്നെ നിങ്ങൾ 2 പേരെയെങ്കിലും കെട്ടിപ്പിടിക്കും. എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ ശിവൻകുട്ടി SIയെ നോക്കി. അവൻ അഴിച്ചുവിട്. ഈശ്വരുടെ വിലങ്ങഴിഞ്ഞു. കോളനിക്കാർക്കിടയിൽ ചില ഹൃദയങ്ങൾ അതിദ്രുതം മിടിക്കാൻ തുടങ്ങിയിരുന്നു. ഈശ്വർ മുന്നോട്ട് നീങ്ങി. ഒരാൾ പിന്നോട്ട് മാറുന്നത് കണ്ടു. ഒറ്റ കുതിപ്പിന് ഈശ്വർ അയാളെ കയറി പിടിച്ചു. ഒപ്പം ആഞ്ഞൊരടി കൊടുത്ത് വലിച്ചു കൊണ്ടുവന്ന് സിയുടെ മുന്നിലേക്ക് തള്ളി. പറയടാ, ആരാ വീടുകൾക്ക് ബോംബ് വെച്ചത്? കോളനിക്കാർ വിശ്വാസം വരാതെ ശ്വാസം പോലും നിയന്ത്രിച്ച് അയാളെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാനല്ല, അയാൾ പതറി. ഇവനെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തോളാം. ശിവൻകുട്ടി അയാളെ പിടിച്ചുയർത്തി. വേണ്ട, ഈശ്വർ ഗർജിച്ചു. ഇവിടെ വെച്ച്, ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവനെ കൊണ്ട് സത്യം പറയിക്കണം. സാക്ഷികൾ ഞങ്ങളാണ്. അല്ലാതെ ഇവിടെ നിന്ന് ഇനി ഒരടി മുന്നോട്ട് പോകാൻ പോലീസിനെല്ലാം ഒരു പുല്ലിനും കഴിയില്ല. അങ്ങനെ വന്നാ ഈശ്വരുടെ മറ്റൊരു മുഖം താനൊക്കെ കാണും. അവൻ അവരെ തടയാൻ എന്നവണ്ണം കൈകൾ വിരിച്ചു പിടിച്ചു. അല്ലെങ്കിൽ സാറൊന്ന് പോയി നോക്കിയാട്ടെ. ആ ശബ്ദമുയർന്നത് സ്ത്രീകളിൽ നിന്നാണ്.
ശിവൻകുട്ടിയും പോലീസുകാരും തിരിഞ്ഞു നോക്കി. കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി എന്തിനു തയ്യാറായി സ്ത്രീകൾ. ശിവൻകുട്ടിയുടെ നട്ടെല്ല് പെരുത്തു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.